തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. അവിടെ ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദറിനോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടർക്കെതിരെ മുൻപും സമാന പരാതികൾ ലഭിച്ചതായി ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ റീന പറഞ്ഞു. സംഭവത്തിൽ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള പ്രത്യേക സംഘം അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡോക്ടറെ നിർബന്ധിതമായ ലീവിലേക്ക് പ്രവേശിക്കാനായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധരുടെ അടക്കമുള്ള ഒരു അന്വേഷണ സംഘത്തിനെ പോസ്റ്റ് ചെയ്യാനുള്ള നടപടിക്രമങ്ങളും നടത്തും. ഇതിന് സമാനമായി കുറച്ച് കാര്യങ്ങളും കൂടി എല്ലാം ഇപ്പോൾ പരാതികൾ തന്നിട്ടുണ്ട്. DMOയ്ക്ക് 2 പരാതികളും കൂടി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു അന്വേഷണം കൂടി നടത്തിയതിന് ശേഷം ഏതെങ്കിലും വിധത്തിൽ ഇവിടെ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായി അതിനുള്ള ആക്ഷൻസ് എടുക്കും. ജിബിൻ JB വിവരങ്ങളുമായി ചേരുകയാണ്. ജിബിൻ, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ വീണ്ടും ചികിത്സാ പിഴവ് ആരോപണമാണ്. ഇപ്പോൾ ഡോക്ടർ നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ ഇന്നലെ കണ്ടതാണല്ലോ. അതുതന്നെയാണ് ദിൽന. കാരണം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്കെതിരെ ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിലൊരു ആരോപണം വരുന്നത്. ഈ ആരോപണ വിധേയ ഡോക്ടർ, അതായത് ബിന്ദു സുന്ദറിനെതിരെ തന്നെ മുൻപും സമാന രീതിയിലുള്ള ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ 24ലൂടെ തന്നെ കണ്ടതാണ് ഹസ്ന ഫാത്തിമ എന്ന് പറയുന്ന ഒരു യുവതിയുടെ പരാതി. സമാന രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം ഈ പ്രസവ ശസ്ത്രക്രിയക്കിടെ ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഈ മരണത്തിന് പിന്നാലെയാണ് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധവുമായി കുടുംബവും അതുപോലെ തന്നെ പാർട്ടി പ്രതിനിധികളും രംഗത്തെത്തിയത്. കാരണം ഈ ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഇത്തരത്തിൽ ഈ ശിശുവിൻ്റെ മരണം സംഭവിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അത് സംബന്ധിച്ചിട്ടുള്ള തെളിവ് തന്നെയാണ് കഴിഞ്ഞ ദിവസം രാത്രി നടന്ന പ്രതിഷേധത്തെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ നേരിട്ട് ആശുപത്രിയിൽ എത്തി നൽകിയ ഈ ഒരു പ്രതികരണം എന്ന് പറയുന്നത് ആരോപണ വിധേയയായ ഡോക്ടറിനോട് കുറച്ച് ദിവസത്തേക്ക് അവധിയിൽ പ്രവേശിക്കാൻ, അന്വേഷണത്തിന്റെ ഭാഗമായി അവധിയിൽ പ്രവേശിക്കാൻ കൂടി ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഏറെ വൈകിയും അവിടെ പ്രതിഷേധം തുടർന്ന്, പ്രത്യേകിച്ച് കുടുംബത്തിൻ്റെയും വിവിധ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമാണ് ഇന്നലെ രാത്രി ഏറെ വൈകിയും നെടുമങ്ങാട് ജില്ലാ ആശുപത്രിക്ക് മുന്നിലുണ്ടായിരുന്നു. ഇതിനെ തുടർന്നാണ് DMO, ആരോഗ്യവകുപ്പ് ഡയറക്ടർ തുടങ്ങിയവർ, RD ഉൾപ്പെടെയുള്ളവർ നേരിട്ട് സ്ഥലത്തെത്തിക്കൊണ്ട് പ്രതിഷേധക്കാരുമായി ഒരു സമന്വയ ചർച്ച നടത്തിയത്. ഈ ചർച്ചയ്ക്കൊടുവിലാണ് ഇവർ ഡോക്ടറുമായി സംസാരിച്ച ശേഷം അവധിയിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇന്ന് ഈ സംഭവത്തെക്കുറിച്ച് പഠിക്കുന്നതിന്, അതായത് നവജാത ശിശുവിൻ്റെ മരണത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അവിടെ എത്തിയ ശേഷമായിരിക്കും ഈ പ്രസവ ശസ്ത്രക്രിയയിൽ ഡോക്ടർ ബിന്ദു സുന്ദറിനോടൊപ്പം ഉണ്ടായിരുന്ന മറ്റു ഡോക്ടർമാർ, മറ്റു നഴ്സുമാർ തുടങ്ങിയവരുമായി മറ്റ് ഡോക്ടർമാരുമായി സംസാരിച്ച ശേഷമായിരിക്കും കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുക. ഈ റിപ്പോർട്ട് ആരോഗ്യവകുപ്പിന് കൈമാറുകയും ചെയ്യും. കാരണം കഴിഞ്ഞ ദിവസം സ്ഥലം MLA കൂടിയായിട്ടുള്ള DK മുരളി MLA ആണ് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തന്നെ നേരിട്ട് ഒരു കത്ത് നൽകിയത്. കാരണം ഈ ആരോപണ വിധേയ ഡോക്ടർക്കെതിരെ ഇത് ആദ്യത്തെ പരാതിയല്ല. കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ് വീണ്ടും പരാതി ഉണ്ടായിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നും നെടുമങ്ങാട് ആശുപത്രി പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിന് മുമ്പ് ഡോക്ടർക്കെതിരായിട്ടുള്ള അച്ചടക്ക നടപടി സ്വീകരിച്ചാൽ മാത്രമേ, അതായത് ഡോക്ടറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയോ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ മൃതദേഹം ഏറ്റുവാങ്ങുന്നതിൽ ഉൾപ്പെടെ ഒരു അനിശ്ചിതത്വം ഉണ്ടാകും. അത്തരത്തിലുള്ള ഒരു പ്രതിഷേധം തന്നെയാകും ഇന്ന് നെടുമങ്ങാട് ആശുപത്രിക്ക് മുന്നിലുണ്ടാവുക. അതില്ല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.